ഇന്ന് പനീർ കൊണ്ടുള്ള ഒരു അടിപൊളി വിഭവം ഉണ്ടാക്കിയാലോ. പനീർ ബട്ടർ മസാല എല്ലാവർക്കും അറിയാം. ചപ്പാത്തിയുടെ കൂടെ നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന ഈ വിഭവം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പനീർ ബട്ടർ മസാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു പാൻ വെച്ചിട്ട് അത് നല്ലവണ്ണം ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. നല്ലവണ്ണം ചൂടാകുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ 2 സവാളയാണ് ഞാൻ ഇടുന്നത്. അതിട്ട് നല്ലവണ്ണം അതൊന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമുക്കൊരു 4 ഉണക്കമുളക്, അതായത് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. പിന്നീട് അതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി, അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ഒരു കഷ്ണം പട്ട, ഒരു ഏലക്ക, അതും കൂടി ഇട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. ഏലക്ക ഞാൻ നല്ലവണ്ണം തൊലി കളഞ്ഞെടുക്കാം. ഇപ്പോൾ മരുന്നൊക്കെ അടിച്ച് ഏറ്റവും കൂടുതൽ അടിക്കുന്നത് ഏലക്കയ്ക്കാണെന്നാണ് പറയുന്നത്. അപ്പോൾ തൊലി ഇടണ്ട, അത് മാറ്റിയിട്ട് അതിൻ്റെ സീഡ് മാത്രം ഇടാം. ഇതെല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം ഇളക്കി പച്ച ചുവ മാറണം. അതിലേക്ക് നമുക്ക് ഒരു പിടി കശുവണ്ടി ഇടുകയാണ്. ബദാം ഉണ്ടെങ്കിൽ 3-4 ബദാം ഇട്ടാലും നല്ലതാണ്. ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു 3 വലിയ തക്കാളി ഞാൻ അരിഞ്ഞിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. വലിയ തക്കാളി ആയിരുന്നു, അതുകൊണ്ടാണ് 3 എണ്ണം, അല്ലെങ്കിൽ ഒരു 4 എണ്ണം എടുക്കാം ചെറുതൊക്കെ ആണെങ്കിൽ. എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് പച്ചച്ചുവ മാറുന്നിടം വരെ ഇത് ഇളക്കണം. ഉപ്പിടാം. ഇനി നല്ലവണ്ണം ഇളക്കി അത് പച്ചച്ചുവ മാറി അതൊന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഇത് തണുക്കാൻ വയ്ക്കാം. ഏകദേശം റെഡി ആയിട്ടുണ്ട്. തണുത്തിട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മളൊരു മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് പേസ്റ്റാക്കി എടുക്കണം. തണുത്തിട്ടേ മിക്സിയുടെ ജാറിൽ ഇടാവുള്ളൂ, അല്ലെങ്കിൽ എല്ലാം കൂടി തെറിച്ച് പുറത്തേക്ക് വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല പേസ്റ്റാക്കി എടുക്കണം അടിച്ച്. നമുക്ക് ആ പാനൊന്ന് കഴുകി ആ വെള്ളവും കൂടി ഒഴിച്ച് അടിക്കാം. ഏതായാലും നമ്മൾ ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വരും. ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇടാം ചൂടായ പാനിലേക്ക്. ഇനി അതൊന്ന് മെൽറ്റായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇടുന്നത്. എരിവൊക്കെ ഓരോരുത്തരുടെ ആവശ്യാനുസരണം ഇടാം. ഇത് കുറച്ചൊരു എരിവ് കുറവായിരുന്നു ഇതിന്. വേണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ആണെങ്കിൽ 2 ടേബിൾ സ്പൂൺ വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ഇട്ടാൽ നല്ല കറക്റ്റായിരിക്കും. ഞങ്ങൾക്ക് കുറച്ച് എരിവ് കുറവ് മതിയായതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂണേ ഇട്ടുള്ളൂ. അപ്പോൾ എല്ലാവരുടെ ആവശ്യാനുസരണം ഇടുക. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇട്ട് ഇളക്കി നല്ലവണ്ണം ഒന്ന് പച്ചമണമൊക്കെ മാറി നല്ലവണ്ണം ഒന്ന് വഴറ്റണം. ജാറ് കഴുകിയ വെള്ളവും കൂടി നമുക്ക് ഒഴിക്കാം. ഏതായാലും കുറച്ചുകൂടി വെള്ളം ഒഴിക്കേണ്ടി വരും. ഇതിപ്പോൾ നല്ല തിക്കിലായിരിക്കുന്നത്. നമുക്കിനി പനീറൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ഗ്രേവി പോരാതെ വരും. അപ്പോൾ കുറച്ചുകൂടി വെള്ളം നമുക്ക് ഒഴിക്കേണ്ടി വരും. നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലവണ്ണം തിളയ്ക്കട്ടെ. കുറച്ചുകൂടി ഉപ്പ് പോരാ, അതാ ഞാൻ കുറച്ചുകൂടി ഉപ്പിട്ടത്. ആദ്യം നമ്മൾ ഉപ്പിട്ടാണ് അടിച്ചെടുത്തത്, എന്നാലും അത് പോരാതെ വരും. പോരെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് തിളച്ച് കുറച്ച് പറ്റണം. ഒരു 5 മിനിറ്റോളം നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഫ്രിഡ്ജിൽ നിന്നും എടുത്ത് ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് ഈ പനീർ.
പനീർ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഒരുപാടിട്ട് ഇളക്കാൻ പാടില്ല. ഒരുപാടിട്ട് ഇളക്കി കഴിഞ്ഞാൽ അതെല്ലാം പൊടിഞ്ഞു പോകും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ഇളക്കാനായിട്ട്. ഇനി ഇതിൽ കിടന്നൊന്ന് വറ്റണം. ആ ഗ്രേവിയൊക്കെ കൂടി പനീറിൽ നല്ലവണ്ണം പിടിക്കണം. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കണം. ഒത്തിരി സമയം വേവിക്കേണ്ട കാര്യമില്ല. പനീർ ഒത്തിരി വേവിച്ച് കഴിയുമ്പോൾ അത് ഹാർഡായി പോവും. നമുക്കിത് മൂടി ഒരു 5 മിനിറ്റ് വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഒത്തിരി ഇട്ട് ഇളക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. ഇതിലേക്കിനി ഒരു 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകപ്പൊടി, കുറച്ച് കസൂരി മേത്തി, അത് ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചതാണ്, അതുള്ളവർ ഇടുക. അതാണ് നോർത്ത് ഇന്ത്യൻ കറികൾക്കൊക്കെ ഒരു ടേസ്റ്റ് നൽകുന്ന. അവർ മിക്കവാറും എല്ലാ കറികൾക്കും ഇത് യൂസ് ചെയ്യാറുണ്ട്. അതും കൂടി പൊടിച്ചിടുക. ഗരം മസാല നമ്മൾ വേണമെങ്കിൽ ആഡ് ചെയ്യാം, പക്ഷേ ആദ്യം നമ്മളെല്ലാം മസാലകളൊക്കെ ഇട്ടല്ലോ, പട്ട, അതുപോലെ ഗാർലിക് പേസ്റ്റ് എല്ലാം ഇട്ടു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഗരം മസാല ഞാൻ ആഡ് ചെയ്യുന്നില്ല. ഞാൻ ആ പെരിഞ്ജീരകം മാത്രമാണ് ഇടുന്നത്, പെരിഞ്ജീരകപ്പൊടി. ഇനി ഇതൊന്ന് നല്ലവണ്ണം തിളയ്ക്കട്ടെ. ഇപ്പോൾ ഏകദേശം നമ്മുടെ കറി കുറുകി വന്നിട്ടുണ്ട്, നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഗ്രേവി എത്ര വേണോ അതിനനുസരിച്ച് ആകുമ്പോഴത്തേക്ക് നമുക്ക് അത് വെള്ളം അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് എല്ലാം കൂടി ടേസ്റ്റ് എല്ലാം കൂടി ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് മെൽറ്റായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഫ്രഷ് ക്രീം ഇല്ലാത്തവർ സ്വല്പം പാലൊഴിച്ചാലും മതി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ച് മെല്ലെ ഇളക്കി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മുടെ പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് മല്ലിയിലയും കൂടി ഇടാം. അപ്പം നല്ലവണ്ണം ചൂടായി ഇതാ നമ്മുടെ ടേസ്റ്റായിട്ടുള്ള പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതാ കണ്ട നല്ല തിക്ക് ഗ്രേവിയൊക്കെ ആയിട്ടുള്ള അടിപൊളി പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കിയിട്ട് കമൻസൊക്കെ അറിയിക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചപ്പാത്തിയുടെയും ജീര റൈസിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണിത്. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോസുമായി കാണാം.